السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ورضي الله أما بعد. قال رسول الله صلى الله عليه وسلم: كن عالما أو متعلما أو محبا أو مستمعا ولا تكن خامسا. അറിവ് മഹത്വങ്ങളുടെ കലവറ എന്നതാണ് എൻ്റെ പ്രതിപാദ്യ വിഷയം. പ്രിയ സദസ്സരെ, യഥാർത്ഥത്തിൽ ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് ഗുരുക്കന്മാർ നൽകുന്ന വെളിച്ചത്തെയാണ് അറിവെന്ന് സാങ്കേതികമായി നമുക്ക് നിർവചിക്കാം. ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിനും വ്യക്തികളുടെ നല്ല വളർച്ചയ്ക്കും അറിവെന്ന മൂന്നക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ഭീമമായ ആശയം അത്യാവശ്യമാണ്. ഭൗമോപരിതല സൃഷ്ടികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അറിവ് കൊണ്ടും വിവേകം കൊണ്ടുമാണ്. ഒരു ഭാഷ പഠിച്ചാൽ നിനക്കൊരു ചിറകും, രണ്ടു ഭാഷ പഠിച്ചാൽ നിനക്ക് രണ്ട് ചിറകും മുളക്കുമെന്ന പ്രശസ്ത നോവലിസ്റ്റ് ഷേക്സ്പിയറിന്റെ വാക്കുകൾ എത്ര പ്രശസ്തമാണ്. നല്ല ലക്ഷ്യബോധത്തോടെയും ആത്മാർത്ഥയോടുമുള്ള വൈജ്ഞാനിക യാത്രകൾ അത് സുഖലോക സ്വർഗത്തിലേക്കാണ് എത്തിച്ചേരുക. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണുക, നിശ്ചയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഇൽമിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ജഗനിയന്ത്രിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗത്തിലേക്കുള്ളവ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. മാത്രമല്ല, അവർക്ക് മലക്കുകൾ ചിറകിനെ വിരിച്ചു കൊടുക്കും. സമുദ്രത്തിലെ മത്സ്യങ്ങൾ ഉൾപ്പെടെ ആകാശഭൂമിയുള്ള സർവ്വതും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്യും. ഇവിടെയാണ് യഥാർത്ഥത്തിൽ മഹത്വങ്ങളുടെ കലവറ എന്ന തലക്കെട്ടിന് അർത്ഥസാരമാക്കുന്നത്. ഇസ്ലാമിക വീക്ഷണത്തിൽ നോളജിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അള്ളാഹു തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ 39-ാം അധ്യായത്തിൽ സൂറത്ത് സംറിലെ 9-ാം സൂക്തത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്: അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരല്ല. വായിക്കാനും എഴുതാനുമുള്ള കാഹളം മുഴക്കിയാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അവതരണം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭം തന്നെ എങ്ങനെയാണ്? നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക എന്നതാണ്. അറിവിനെ ശരിയായ രൂപത്തിൽ കരഗതമാക്കണമെങ്കിൽ ഇൽമിനോടെ ലയിച്ചു ചേരണം. വിജ്ഞാനത്തെ കരസ്ഥമാക്കണമെങ്കിൽ അതിന്റെ അടിമയായി തീരണമെന്നാണ് പ്രമുഖ ദാർശനികൻ പ്ലാറ്റോയുടെ കണ്ടെത്തൽ. എല്ലാ വിഷയത്തിലും കൃത്യമായ അവഗാഹം നേടുമ്പോഴാണ് ജീവിതം സ്വാക്തമാകുന്നത്. അല്ലാതിരുന്നാൽ പാതി വഴിയിൽ യാത്ര നിൽക്കാനും വഴി പിഴക്കാനും ഇടയാകും. മുറിവേദൻ ആളെ കൊല്ലുമെന്ന പഴഞ്ചൊൽ എത്ര പ്രശോഭിതമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ വാക്കുകളെന്ന് നിങ്ങൾ കാതോർക്കുക. അറിവില്ലാതെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് നന്മയേക്കാൾ കൂടുതൽ തിന്മ വരുത്തി തീർക്കും. മഹത്വമാർജിക്കുന്ന അറിവിനെ ഗുരുക്കന്മാരിൽ നിന്നും ഒപ്പിയെടുത്ത് വളർന്നു വരുന്ന തലമുറക്ക് നുകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന പ്രത്യാശയോടെ ഉസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.